നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഫാരിസ് അബൂബക്കർ ഈ പേര് ചർച്ചയിൽ വന്നാൽ പിണറായി ഞെട്ടും. മുഖ്യമന്ത്രി എല്ലാ കാലത്തും മാധ്യമങ്ങളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പേരാണിത്. VS-ന് വെറുക്കപ്പെട്ടവൻ പിണറായിക്ക് പ്രിയപ്പെട്ടവനായത് എങ്ങനെയാണെന്നൊക്കെ കേരളത്തിനറിയാം. ഫാരിസ് പിണറായി വിജയന്റെ ബിനാമിയാണെന്നാണ് ആരോപണം. ഇപ്പോൾ ഇതുപോലെ ഒരു ആരോപണത്തിന്റെ തീച്ചൂളയിലാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ആരാണ് രാജേഷ് കൃഷ്ണ? ഇയാളുമായി ഗോവിന്ദനും കുടുംബത്തിനും എന്താണ് ബന്ധം? രാജേഷ് കൃഷ്ണ ഹവാല ഡീലറാണ്, പക്കാ ക്രിമിനലാണ്. കോടിയേരി കാലത്ത് പാർട്ടിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇയാളെ ചവിട്ടി പുറത്താക്കിയതാണ്. എന്നാൽ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ CPM-ൽ പല നേതാക്കളെയും ഇയാൾ പോക്കറ്റിലാക്കി. വീണ്ടും വലിയ ഒരു ഗുരുതര ആരോപണവുമായി ഷർഷാദ് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദനെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തൽ ഷർഷാദ് നടത്തിയിരിക്കുന്നത്. പല CPM നേതാക്കളെയും രാജേഷ് കൃഷ്ണ ട്രാപ്പിലാക്കിയെന്ന് ഷർഷാദ് പറയുന്നു. കോടിയേരി ഉള്ള സമയത്ത് ഒതുങ്ങിയ ഇയാൾ ഇപ്പോൾ MV ഗോവിന്ദന്റെ മകന്റെ ബന്ധം വെച്ച് പാർട്ടിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. CPM നേതാവ് തോമസ് ഐസക് രാജേഷ് കൃഷ്ണയുടെ വലം കൈയാണ്. P ശശിയും PK ബിജുവും MB രാജേഷും ശ്രീരാമകൃഷ്ണനും ഒക്കെയുള്ള നേതാക്കൾ രാജേഷിന്റെ വലയിലാണ്. പാർട്ടിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇയാളെ കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പറപ്പിച്ചതാണ്. ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടറി ആയപ്പോൾ ഗോവിന്ദന്റെ മകന്റെ കൂട്ടുകൂടി വീണ്ടും പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറി. CPM-ൽ നിന്ന് ഒരു വിലക്ക് പറഞ്ഞാൽ P ശശിയല്ല ആരായാലും ഒരകലം ഇടുമല്ലോ. ഗോവിന്ദൻ മാഷ് ഇപ്പോൾ UK-യിൽ പോയ സമയത്ത് ഇയാളുടെ വീട്ടിൽ പോയിരുന്നു. ഗോവിന്ദൻ മാഷിന്റെ മകന്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതാണ്. എന്നാൽ ഗോവിന്ദൻ മാഷിന്റെ മകൻ അത് അദ്ദേഹത്തോട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാനും ഗോവിന്ദൻ മാഷിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോടിയേരി അസുഖബാധിതനായി കിടക്കുമ്പോൾ ഞാൻ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഒരുവിധം ആളുകളോടൊക്കെ ഞാൻ ഇക്കാര്യം പറയുന്നത് അവിടെ വെച്ചാണ്. എന്നിട്ടും ഗോവിന്ദൻ മാഷ് ഇയാളുടെ വീട്ടിൽ പോയി താമസിച്ചു. ആ ഫോട്ടോ രാജേഷ് കൃഷ്ണ തന്നെ FB-യിൽ ഇടുകയാണ് ചെയ്തത്. MV ഗോവിന്ദന് ഒരിക്കലും രാജേഷ് കൃഷ്ണയെ തള്ളിപ്പറയാൻ കഴിയില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ഷർഷാദ്. കാരണം ഗോവിന്ദൻ മാഷിന്റെ മകൻ ഇയാളുടെ ട്രാപ്പിലാണ്. റത്തീന എങ്ങനെയാണോ ട്രാപ്പ് ചെയ്യപ്പെട്ടത് അതുപോലെ മാഷിന്റെ മകനും ട്രാപ്പിലാണ്. ഗോവിന്ദൻ മാസ്റ്ററിന്റെ മകൻ അഴിമതിക്കാരനാണോ എന്ന ചോദ്യത്തിനുള്ള ഉദാഹരണമല്ലേ വ്യവസായിയോട് പണം വാങ്ങിയ സംഭവമെന്നും ഷർഷാദ് പറയുന്നു. CPM നേതാക്കളുടെ ബിനാമിയായി നിന്നുകൊണ്ട് ഹവാല പണമിടപാട് വരെ രാജേഷ് കൃഷ്ണയ്ക്കുണ്ടെന്ന അതിഗുരുതരമായ ആരോപണവും ഷർഷാദ് ഉന്നയിക്കുന്നുണ്ട്. അതായത് ഒരു ഹവാല ഡീലറുമായാണ് MV ഗോവിന്ദന് ബന്ധമെന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. വലിയൊരു ആരോപണമാണ് ഇത്. രാജേഷ് കൃഷ്ണ നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന് 100% തെളിവുണ്ട്. 2016-ൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറും മുൻപ് എവിടെയും കേട്ടിട്ടില്ലാത്ത ഇയാൾ, ഒരു ജോലിയുമില്ലാത്ത ഇയാൾക്ക് ഇത്രയും സ്ഥലത്ത് നിക്ഷേപവും ആർഭാട ജീവിതവും നയിക്കാനുള്ള പണം എവിടെ നിന്നാണ് വരുന്നത്? CPM നേതാക്കളുടെ എല്ലാം പ്രിയങ്കരനാണ് രാജേഷ് കൃഷ്ണ. 12,000-13,000 രൂപ മിനിമം ദിവസ വാടകയുള്ള സ്റ്റാർ ഹോട്ടലുകളിലാണ് രാജേഷ് ആഴ്ചകളോളം താമസിക്കാറുള്ളത്. ഇതിനുള്ള പണം എവിടെ നിന്നാണ്? സെറ്റിൽമെന്റിലൂടെയും ഇയാൾക്ക് പണം കിട്ടുന്നുണ്ട്. പല ഡീലുകളിലൂടെയും കിട്ടുന്ന കാശ് UK-യിലെത്തിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സ് അടിക്കുകയാണ്. ഹവാലയാണ്. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഇവനാണ്. CPM-ലെ പല നേതാക്കളും രാജേഷ് കൃഷ്ണയുടെ വലയിൽ വീണു കഴിഞ്ഞു. MB രാജേഷ് പറഞ്ഞു ഇയാളുമായി ഒരു ബന്ധവുമില്ല എന്ന്. വ്യക്തമായ മറുപടി തരാത്ത ഒരാളെ ഉള്ളൂ, അത് A റഹീമാണെന്ന് ഷർഷാദ് പറയുന്നു. ഇയാളുടെ വലയിൽ നിന്നും ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരു മന്ത്രിയുണ്ട്. അതിപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാലാണ്. പുള്ളിയുടെ മകനോ മകൾക്കോ UK-യിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഈ രാജേഷ് കൃഷ്ണയായിരുന്നു എല്ലാ ഏർപ്പാടുകളും ചെയ്തത്. ഇയാളുടെ വീട്ടിൽ താമസിച്ച് പഠിക്കാമെന്ന ധാരണയിലാണ് അത് ചെയ്തത്. ആ സമയത്താണ് ഇയാളെക്കുറിച്ചുള്ള ഗുരുതര ആരോപണങ്ങൾ ഞാൻ പാർട്ടിയിൽ അറിയിക്കുന്നത്. ഇതോടെ ആ അഡ്മിഷനെ ബാലഗോപാൽ വേണ്ടെന്ന് വെച്ചു. ശ്രീരാമകൃഷ്ണനാണ് രാജേഷ് കൃഷ്ണയെ ലോക കേരള സഭയിലേക്ക് എത്തിക്കുന്നത്.
ആരോപണങ്ങളുടെ വലിയ ഒരു കെട്ടാണ് ഷർഷാദ് അഴിച്ചിരിക്കുന്നത്. CPM നേതാക്കൾക്ക് പല വമ്പൻ വ്യവസായികളുമായും ഇത്തരം ദല്ലാളുമാരുമായും പലവിധ ബന്ധങ്ങളുണ്ട്. കോടികളുടെ ഡീലിംഗ്സ് ആണ് നടക്കുന്നത്. തൊഴിലാളി പാർട്ടി നേതാക്കൾക്ക് എങ്ങനെ ഈ കോടികൾ എത്തുന്നു എന്നതിൻ്റെ പല വഴികളാണ് ഇതൊക്കെ. ഏതായാലും ഗോവിന്ദനും കിട്ടിയ ഒരു ദല്ലാളിനെ. രാജേഷ് കൃഷ്ണയുമായി എന്താണ് ബന്ധമെന്ന ചോദ്യത്തിന് പാർട്ടി സെക്രട്ടറി മറുപടി പറയേണ്ടി വരും. പിണറായി വിജയൻ മാത്രമല്ല, ഗോവിന്ദനും കണക്ക് തന്നെയാണ്. പാർട്ടിയുടെ കഴുക്കോലൂരുകയാണ് ഇവരെല്ലാം ചേർന്ന്. എന്തായാലും CPM അധികകാലം ഇല്ലെന്ന് ഇവർക്ക് വ്യക്തമായിട്ടാണോ എന്തോ സ്വന്തം കീശ വീർപ്പിക്കുന്നത്. ഏതായാലും നേതാക്കന്മാരുടെയൊക്കെ തരികിടകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷർഷാദ് ഉയർത്തിവിട്ടിരിക്കുന്നത് വലിയ ഒരു തീയാണ്. ആ തീച്ചൂളയിൽ ഗോവിന്ദൻ നിന്ന് ഉരുകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.